നമ്മൾ പഠിച്ച ആത്മാക്കള് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഉപരിലോകാത്മാക്കള്, രണ്ട് അധോലോകാത്മാക്കള്. അധോലോകാത്മാക്കളിൽ പെട്ട ആത്മാവാണ് റൂഹ് ജമാദി, കല്ലിലുണ്ടാവുന്ന ആത്മാവ്, പരസ്പരം ഒട്ടിപ്പിടിച്ച് ഇരിക്കാൻ സഹായിക്കുന്ന ആത്മാവ്. ഈ ആത്മാവിന്റെ ഡോമിനൻസ് ഉണ്ടാവും ചില ആളുകളിൽ. അത് കാരണമാണ് അത്തരക്കാര് പർവ്വതങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചില ആളുകളിൽ നേരെ തിരിച്ചായിരിക്കും. അവരില് നബാത്തി റൂഹായിരിക്കും കൂടുതൽ ഡോമിനന്റ്, എന്നാ സസ്യാത്മാവ്. അത് കാരണമായിട്ട് അത്തരക്കാര് മരങ്ങളോട്, പൂന്തോട്ടങ്ങളോട്, പൂവുകളോട്, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന്റെ കാരണം അവരില് ഈ ആത്മാവ് ഡോമിനന്റ് ആണ് എന്നതാണ്. മറ്റു ചില ആളുകളിലാവട്ടെ അവര് ഹയവാനി റൂഹായിരിക്കും കൂടുതൽ. അത്തരക്കാര് മൃഗങ്ങളെ വളർത്താനും അവയോട് ഇടപഴകി ജീവിക്കാൻ ആഗ്രഹിക്കും. കാരണം അവരുടെ ഉള്ളിൽ ഈ ആത്മാവ് ഡോമിനന്റ് ആണ് മറ്റുള്ള രണ്ട് ആത്മാവിനെ അപേക്ഷിച്ചിട്ട്. ഇതൊക്കെ ജിസ്മിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം ഈ ആത്മാക്കൾ ജിസ്മിലാണല്ലോ ഉള്ളത്. ഇതൊക്കെ ഭൂമിയിലുള്ള ആത്മാക്കളാണ്, ഭൗമാത്മാക്കളാണ്, അല്ലെങ്കിൽ അധോലോകാത്മാക്കളാണ്. ഇനി ഈ മൂന്ന് ആത്മാക്കളെ കൂടാതെ ഈ ഭൗതിക ലോകത്തു നിന്നും വന്ന ഒരു സാധനം ഉണ്ട്. അതിന്റെ പേരാണ് നെഫ്സ്. ഞാൻ പറഞ്ഞു നെഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശൈത്താനാണ്. നമ്മൾ ജനിച്ച ഉടനെ ഇബ്ലീസ് കൊണ്ടുവന്ന് ഓരോ മനുഷ്യനിലും കുത്തിവെക്കുന്ന ഒരു ജയമാണത്, ഒരു അണുവാണത്. എന്നാൽ ഇന്ദ്രിയ തുള്ളി പോലെ അത് ആ സമയം മുതൽ ആക്റ്റീവാണ്. കാരണം അതിന്റെ ഭക്ഷണം നാറാണ്. നാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നാറാണ്, ഫ്രീലി അവൈലബിൾ ആണ്. കാരണം ഈ ഭൂമി ലോകം, ഈ നാസൂത്തിയ ലോകം ജിന്നുകൾക്ക് വേണ്ടി പടക്കപ്പെട്ട ലോകമാണ്. ജിന്നുകൾക്ക് വേണ്ടി പടക്കപ്പെട്ട ലോകമായതിന്റെ പേരിൽ അവർക്കുള്ള ഭക്ഷണം ഇവിടെ അവൈലബിൾ ആണ്. അത് നെഫ്സിന് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ നെഫ്സിന് കിട്ടേണ്ട ഭക്ഷണം കിട്ടുന്നതിന്റെ പേരിൽ നഫ്സിയായ ഗുണങ്ങൾ അവരിൽ വളർന്നുകൊണ്ടിരിക്കും. ആദ്യമായി ഈ നഫ്സ് വന്നു ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു ലക്ഷണം കാണിക്കും. ആ ലക്ഷണമാണ് നാവ് മെല്ലെ നനക്കാൻ തുടങ്ങും. കാരണം പാലിന് വേണ്ടി കണ്ട് എന്നാല് വിശപ്പ്, ദാഹം, ഇത് നഫ്സിന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ നഫ്സിന്റെ ക്വാളിറ്റി വേണം മനുഷ്യന്. കാരണം ജീവിക്കണമെങ്കിൽ, ഈ നാസൂത്യ ലോകത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതില്ലാതെ കഴിയില്ല. അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ റൂഹിനും റൂഹിന്റെ അഹ്ലുകാർക്കും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ അവർക്ക് ഇവിടെ വന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ജിസ്മ ആവശ്യമാണ്. ഇപ്പൊ ജിസ്മ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ നഫ്സുള്ളതിന്റെ പേരിൽ നടക്കുള്ളൂ. കാരണം നഫ്സിന്റെ ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ആഗ്രഹങ്ങൾ ആവശ്യമാണ്. അപ്പൊ വിശപ്പ് ആവശ്യമാണ്, ദാഹം ആവശ്യമാണ്, അതേപോലെ തന്നെ കംഫർട്ട് ആവശ്യമാണ്, അതേപോലെ തന്നെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു വൈഫ് ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്, അതേപോലെ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം ആവശ്യമാണ്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സ്രോതസ് നഫ്സാണ്, ഈ ജിന്നാണ്, ഈ ജിന്നിന്റെ സ്വഭാവങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് ജിസ്മിന് ആവശ്യമായതിന്റെ പേരിൽ എന്തുണ്ട്, അത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ശരീരത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യും. കാരണം നഫ്സ് ചെയ്യിപ്പിക്കും. ശരീഅത്ത് ഈ വിഷയത്തിൽ ഒരു കടിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. നഫ്സ് ലിമിറ്റ് പൊട്ടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിലനിൽക്കാൻ ആവശ്യമാണ്. എന്നാല് പരിധി ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമാണ്. അതിലാണ് ശരീഅത്ത് ആവശ്യം. ശരീഅത്തിന്റെ ലക്ഷ്യം നമ്മൾ ആത്മീയതയെ പ്രശ്നം ഉണ്ടാക്കുന്ന, ആത്മീയതയിലേക്ക് പോകുന്ന വഴി മുടക്കാക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താതെ സൂക്ഷിക്കലാണ്. നഫ്സിനെയും സൂക്ഷിക്കണം, ജിസ്മിനെയും സൂക്ഷിക്കണം. ജിസ്മും നഫ്സും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അപ്പൊ ജിസ്മിന് ആവശ്യമായ ശരീഅത്തുണ്ട്, അതേപോലെ നഫ്സിന് ആവശ്യമായ ശരീഅത്തുണ്ട്. ജിസ്മിന് ആവശ്യമായ ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഭൗതിക ലോകത്ത് കാണുന്ന പണ്ഡിതന്മാര്. അതേപോലെ നഫ്സിന് ആവശ്യമായ കാര്യങ്ങൾ, അതിന്റെ നിയമങ്ങൾ അത് ചെയ്യുന്ന ആളുകളാണ് സൂഫി ലോകത്തുണ്ടാവുന്ന മശായിഖന്മാര്. എല്ലാ മശായിഖന്മാരും അല്ല, അവരിലെ താഴ്ന്ന മശായിഖന്മാര്. ഭൗതിക ലോകത്ത് ജിസ്മിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരും ഹക്കാണ്. അവരും അള്ളാഹുവിന്റെ അഹ്ലുകാർ തന്നെയാണ്.
പക്ഷെ ആ കൂട്ടക്കാർ രണ്ട് വിഭാഗങ്ങളുണ്ടാവും. ഒരു വിഭാഗം ജിസ്മാനിയായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സമയം, അത് കൈകാര്യം ചെയ്യുന്ന സമയം ആത്മീയതയെ ഒഴിവാക്കുന്ന ആളുകളുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകളുണ്ട്. അവർ ഹക്കല്ല, അവർ ദജ്ജാലിലേക്ക് ചെന്ന് ചേരാനുള്ള ഒരു വിഭാഗമാണ്. അത്തരക്കാരാണ് ദജ്ജാലിലേക്ക് ചെന്ന് ചേരുക. അതല്ല, ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോട് കൂടി തസൂഫാണ് ഇതിന്റെ ഏറ്റവും ഫോക്കസ്, ന്യൂക്ലിയസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് കൂടി ഈ വിഷയം പഠിപ്പിക്കുന്ന ആളുകൾ ഹക്കായ പണ്ഡിതന്മാരാണ്. അത്തരക്കാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടുന്നവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും തന്നെയാണ്. എന്നാൽ നഫ്സിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരാവട്ടെ, അവര് വിലായത്തിന്റെ മർത്തബുള്ള ആളുകളാണ്. എന്നാൽ അത് ചെയ്യാൻ എല്ലാവർക്കും അധികാരമില്ല. അധികാരപ്പെട്ട ആളുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ശരീരത്തിലുണ്ടാവുന്ന ഈ 3 ആത്മാക്കള്, ജിസ്മ് പടക്കപ്പെട്ട ആത്മാക്കള്, അത് കഴിഞ്ഞ് നമ്മൾ നഫ്സിന്റെ വിഷയം പറഞ്ഞു. നഫ്സ് എന്ന് പറഞ്ഞാല് ശൈത്താനാണ്, പക്ക ഒരു ജിന്നാണ്. ആ ജിന്നിന് ഒരു വുജൂദുണ്ട്, ഒരു ആലങ്കാരികമായ വിഷയം അല്ല ഇത്. ശരിക്കും ജിന്നുകളെ കാണുന്ന പോലെ നമുക്കിതിനെ കാണാൻ സാധിക്കും. ഓരോ മനുഷ്യന്റെയും പുക്കിൽ കൊടിയിലാണ് അതിന്റെ വാസം. അതിന്റെ രൂപം ഒരു കറുത്ത പട്ടിയുടെ രൂപമാണ്. ആ കറുത്ത പട്ടിയെ കണ്ണുള്ള മശായിക്കന്മാർക്ക് കാണാൻ സാധിക്കും. ആ പട്ടിയുടെ കോലത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോലം മാറ്റിയിട്ട് കറുത്ത പട്ടിയെ വെളുത്ത പട്ടിയാക്കി മാറ്റണം. അത് തസൂഫിലൂടെ സാധിക്കുള്ളൂ. പിന്നെ വെളുത്ത പട്ടിയെ പശുവാക്കി മാറ്റണം, അല്ലെങ്കിൽ കുതിരയാക്കി മാറ്റണം. പിന്നെ ഈ കുതിര അല്ലെങ്കിൽ പശുവിനെ എന്താക്കി മാറ്റണം? ഒരു ആടാക്കി മാറ്റണം, ആടിനെ മനുഷ്യനാക്കി മാറ്റണം. ഇങ്ങനെ ഒരു യാത്ര ഉണ്ട്, നഫ്സിന്റെ യാത്ര, റൂഹിന്റെ യാത്രയല്ല. കാരണം അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നഫ്സ് ശുദ്ധീകരിക്കുന്ന പ്രോസസ്സായി പറഞ്ഞത്. നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിൽ നഫ്സുൽ അമ്മാറത്താണ്, അമ്മാറത്തായ നഫ്സാണ്. ഈ അമ്മാറത്തായ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സത്യം സ്വീകരിക്കൂല. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൽ ഖേദം ഉണ്ടാവൂല. തെറ്റില് മലിനപ്പെട്ട് കിടക്കുന്നതോടുകൂടി യാതൊരു പാശ്ചാത്താപവും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അതാണ് നഫ്സുൽ അമ്മാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ അവസ്ഥയിലുള്ള നഫ്സിന്റെ രൂപമാണ് കറുത്ത പട്ടിയുടെ രൂപം. എന്നാ അള്ളാഹുവിന്റെ മശായിക്കന്മാരെ ഇൽമ് കേട്ടുകൊണ്ട് അതിലേക്ക് വന്നുകൊണ്ട് ദിക്റെ ഖൽബ് ഹാസിലാക്കിയ ആളുകൾ, ആ അവസ്ഥയിൽ അവരെ നഫ്സ് മാറ്റപ്പെടും. അവരുടെ നഫ്സിൽ നിന്നും ഈ ചെറിയ ദുൽമത്തുകൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ചെറിയ മാറ്റം വരും. അങ്ങനെ ചെറിയ മാറ്റം വരുമ്പോഴാണ് അതെന്തായി തീരുന്നത്? വെളുത്ത പട്ടിയായി തീരുന്നത്. പിന്നീട് അതിന് വീണ്ടും മാറ്റം വരുമ്പോഴാണ് ഒന്നും കൂടി ഉയർന്നു പോകുന്നത്. അതാണ് ഒന്നുകിൽ കുതിരയായി മാറുന്നത്, അല്ലെങ്കിൽ അത് പശുവായി മാറുന്നത്. നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. നഫ്സിന്റെ അവസ്ഥകൾ നമ്മൾ കേട്ട പോലെ അമ്മാറത്തായ നഫ്സ്, ലവ്വാമത്തുണ്ട്, അതിനുശേഷം മുൽഹിമുണ്ട്, അവസാനം മുത്മയിന്നുണ്ട്. ചില മശായിക്കന്മാര് ഇതിൽ കൂടുതൽ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ലവ്വാമത്ത് കഴിഞ്ഞാൽ കവ്വാമത്തിനെ പറയുന്നുണ്ട്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ 4 എണ്ണമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹഖീഖത്ത്. ഈ നഫ്സ്, ജിന്ന് മനുഷ്യന്റെ കൂടെ 24 മണിക്കൂർ ഉണ്ടാവും. അവനിലുണ്ടാവുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും ഈ നഫ്സ് ഉണ്ടാക്കുന്നതാണ്. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും, അതേപോലെ തെറ്റായ കാര്യങ്ങളിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോകുന്നതും, സത്യം മനസ്സിലാക്കുന്നതിൽ പ്രതിബദ്ധമായി നിൽക്കുന്നതും ഒക്കെ നഫ്സിനെ കൊണ്ടാണ്. നഫ്സുള്ളവൻ ഒരിക്കലും അള്ളാഹുൽ എത്തിച്ചേരാൻ പറ്റില്ല. ആ നഫ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാക്കിയിട്ടുണ്ട്. ആ മുസ്ലിമാക്കി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം മാറി എന്നല്ല അർത്ഥമാക്കുന്നത്. അത് വേറെ സംഭവിക്കുന്നുണ്ട്. നഫ്സ് എന്ന് വുജൂദുള്ള ഒരു ജിന്ന് റസൂലുള്ളാഹിന്റെ ഒപ്പം ഉണ്ട്. അത് മുസ്ലിമായി എന്നാ പറയുന്നത്. അതിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെടുന്ന ഔലിയാക്കളുണ്ട്. പക്ഷെ അത് ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷെ നമ്മൾ നഫ്സ് എന്നുള്ള ഹഖീഖത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ശൈത്താനാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ആ ശൈത്താനെ നമ്മൾ മാറ്റാതെ, നമ്മളൊരു മുസ്ലിമാക്കി മാറ്റാതെ ഒരിക്കലും നമുക്ക് ആത്മീയതയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
അങ്ങനെ മുസ്ലിം ആക്കണം എന്നുണ്ടെങ്കിൽ 100 കൊണ്ടേ സാധിക്കുള്ളൂ. ആ 100 കൽബ് ഹയാത്താവുന്ന സമയത്ത് കൽബിൽ നിന്നും ഉണ്ടാവുന്ന 100ആണ്. ആ 100ന്റെ ശക്തി കൊണ്ടാണ് ശൈത്താന് മാറ്റം വരുന്നത്. അതിന് പകരമായിക്കൊണ്ട് റുഹാനിയത്തിൽ മറ്റൊരു മാർഗമുണ്ട്. ആ മാർഗമാണ് നഫ്സിനെ കൈകാര്യം ചെയ്യുന്ന മശായിഖന്മാര്. അവര് മുരീദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മുജാഹദകൾ. ആ മുജാഹദക്ക് ഒരുപാട് സമയം പിടിക്കും, ഒരുപാട് കാലെടുക്കും. എന്നാൽ പോലും നഫ്സ് പരിപൂർണമായി ശുദ്ധിയാവുന്നതും അല്ല. കാരണം നഫ്സിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് അറിയാം, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. ഇത് ചെയ്യാത്തവർക്ക് ബുദ്ധിമുട്ട് അറിയില്ല, കാരണം നഫ്സ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അതേപോലെ കൽബ് എന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ ഈ നഫ്സ് സദാസമയത്തും നമ്മളെ കൂടെ ഉണ്ട്. അതിനൊന്ന് ഫ്രീഡം കിട്ടുന്ന സമയമാണ് ഉറങ്ങുന്ന സമയം. കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നഫ്സ് എന്ത് ചെയ്യും? ജിസ്മിൽ നിന്നും പുറപ്പെട്ടു പോകും. അത് അതിന്റെ കൂട്ടക്കാരുടെ അടുത്തേക്ക് പോകും. എന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ ആ സംഘത്തോടൊപ്പം പോയി ചേരും. എപ്പോഴാണ് ആ മനുഷ്യൻ ഉണരുന്നത്, സമയം തിരിച്ചു വരും ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ നഫ്സിന്റെ ഹഖീഖത്ത് അറിയില്ല പലർക്കും. നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട് സയൻസിൽ, മെഡിക്കൽ ഫീൽഡിൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ടാണ് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾ സംസാരിപ്പിക്കാറ്. ഈ സാധനം തന്നെയാണ് നഫ്സ്. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളത് ഡോക്ടർമാർക്കും അറിയില്ല, അതേപോലെ മൂലക്കന്മാർക്കും അറിയില്ല. എന്നാൽ പിന്നെയും ഭേദം ഡോക്ടർമാരാണ്. കാരണം അവർക്ക് ഈ നഫ്സിന്റെ ഉപകാരം എടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരാ നഫ്സിനെ കൊണ്ട് പല ജോലിയും ചെയ്യിപ്പിച്ച് പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിന് പോലും സാധിക്കുന്നില്ല മൂലക്കന്മാർക്ക്. സ്വന്തം ശരീരത്തിലിരിക്കുന്ന ഈ നഫ്സിന്റെ ഉപദ്രവങ്ങൾ എന്താണ് എന്നോ അതിലെങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുമെന്നോ അത് ഇന്ന സാധനം ആണോ എന്ന് അവർക്കറിയില്ല. ആ നഫ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ നഫ്സിന്റെ ഭക്ഷണം എന്താണ്? ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലിന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു മൂലകമാണത്. ആ എല്ലിന്റെ ഉള്ളിലാവുന്ന മൂലകവും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ആലോചിച്ചാൽ മതി. ജിന്നിയുടെ ഭക്ഷണം എന്താണ്? എല്ലാണ്. അപ്പൊ എല്ലിൽ നിന്നുണ്ടാവുന്ന ഫോസ്ഫറസ് അവർക്ക് ഇഷ്ടമാണ്. ആ ഫോസ്ഫറസ് അവരുടെ ഭക്ഷണമാണ്. അത് നഫ്സിന്റെ ഭക്ഷണമാണ്. ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കെ ഉണ്ടാവാൻ കാരണം ഇതാണ്. കാരണം എന്താണ്? ജിന്നുകൾ വന്നിട്ട് ഈ എല്ലിൽ നിന്നും ഈ ഫോസ്ഫറസ് വലിച്ചു കുടിക്കും. ആ വലിച്ചു കുടിക്കുന്ന കാരണത്താലാണ് അവർക്ക് വെള്ളം പോക്കുണ്ടാവുക. അതിന്റെ അവശിഷ്ടങ്ങളാണ് വെള്ളം പോക്കായി തീരുന്നത്.